മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മളെ കമ്പ്യൂട്ടർ ഇതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ടച്ച് സ്ക്രീൻ ഉള്ള ലാപ്ടോപ്പ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ടച്ച് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് അത്യാവശ്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാറിൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട്. ഇത് സെറ്റപ്പ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ പോയിട്ട് ക്രോം ഡെസ്ക്ടോപ്പ് റിമോട്ട് എന്നുള്ള ഈ ഒരു ഇത് ആഡ് ചെയ്ത് വെക്കുക. വേറെ ഏതെങ്കിലും ബ്രൗസറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഞാൻ ഇപ്പോൾ ക്രോം ഉപയോഗിക്കില്ല, ഞാൻ ഉപയോഗിക്കുന്ന ബ്രൗസർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് പോലത്തെ ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എഡ്ജ് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ DM ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ടെലിഗ്രാമിൻ്റെ ബയോയിലുണ്ടാവും, അവിടെ പോയി കഴിഞ്ഞാലും ലിങ്ക് അവിടുന്ന് കിട്ടും. അതിനുശേഷം നേരെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ആഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്ത റിമോട്ട് ആക്സസ് പോയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടറിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്യുന്ന സമയത്തും ഈ ഒരു പാസ്വേഡ് കൊടുക്കേണ്ടി വരും. ഫോണിൽ പെട്ടെന്ന് മറന്നു പോകാത്ത ഒരു പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കാം. സെയിം ഇമെയിൽ ID ആയിരിക്കണം. അതിനുശേഷം നേരെ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ അത് പേര് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് അതിനുശേഷം ഇതേപോലെ നമ്മളെ കമ്പ്യൂട്ടർ ഫോണിൽ കാണാൻ പറ്റും. പോർട്രേറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതേപോലെ കണ്ടോ സ്ക്രീൻ ഇതേപോലെ കിട്ടും.